ഓണത്തിനോടനുബന്ധിച്ച് വരച്ച ഒരു പടമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. 2 ദിവസമായിട്ടാണ് വരച്ചു തീർത്തത്. ഏകദേശം ഒരു 5-6 മണിക്കൂർ എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കുറേ നാളുകൾ വർഷങ്ങൾക്ക് ശേഷമാണ് വാട്ടർ കളർ യൂസ് ചെയ്യുന്നത്. നോക്കിയിട്ട് ബ്രഷൊന്നും കാണാത്ത കാരണം ആദ്യം സ്പോഞ്ച് വെച്ചും കൈ വെച്ചും ഒക്കെയാണ് കളർ ചെയ്തത്. ഓണത്തിനെക്കുറിച്ചൊരു പടം വരയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് ഓണത്തിനോടനുബന്ധിച്ചുള്ള എല്ലാം വരണമെന്ന് പറഞ്ഞായിരുന്നു ഈ പടം വരച്ചത്. ആദ്യം ഒരു ബേസ് കോട്ടിട്ട് ഉണക്കാൻ വെച്ചു. പിന്നെ ബ്രഷൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. പതുക്കെ മിനുക്ക് പണിയിലോട്ട് കടന്നു. ഈ മിനുക്ക് പണിയാണ് കുറേ സമയമെടുത്തത്. പിന്നെ എത്രയോ നേരം വരച്ചുകൊണ്ടേയിരുന്നു. അതിനിടെ വീഡിയോ ഒന്ന് ഓഫായി വന്നപ്പോഴത്തേക്കും സദ്യ റെഡി. പിന്നെ മാവേലിയെ അങ്ങ് ഒരുക്കി. മാവേലിയെ ഒരുക്കാനായിരുന്നു ഏറ്റവും പാട്. മാവേലിയെ ഒരുക്കുന്ന നേരം നിങ്ങൾ പാട്ടൊക്കെ കേട്ടിരുന്നോട്ടോ. തിരിച്ചു വരുമ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോന്നറിയാനായിട്ട് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിനുത്തരങ്ങളൊന്നും തരാൻ മറക്കരുത്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തിങ്ങാർക്കു മുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കു മുട്ടില്ലതാനും. തൊണ്ട വയ്യ എങ്കിലും ഇത്ര വലിയ മാവേലിയെ വരയ്ക്കുമ്പോൾ ഈ പാട്ട് ഈ വീഡിയോയ്ക്ക് നിർബന്ധമാണെന്ന് തോന്നി. അതാ പാടിയത്. അപ്പോൾ മാവേലിയുടെ ഒരുക്കമൊക്കെ പൂർത്തിയായി. ഇനി ചുറ്റുമുള്ള പൂക്കളമാണോ മണ്ഡല ഡിസൈനാണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അയ്യോ, അത് പറഞ്ഞില്ലല്ലോ. ഇതൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാട്ടോ ഞാൻ വരയ്ക്കുന്നത്. കോമ്പറ്റീഷനിൽ ഈ പടത്തിന് സമ്മാനം കിട്ടുമോ ഇല്ലയോ എന്നൊന്ന് നിങ്ങൾ പറയണേ. വരതെ അവസാന ഘട്ടത്തിലോട്ട് കടന്നു. എങ്ങനെയാ വരയ്ക്കുന്നത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ ഒന്നും നോക്കാതെയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പടം എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് തീർക്കാനുള്ള തത്രപ്പാടിൽ വീഡിയോയുടെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. എന്താണേലും ഇവിടെ അവിടെയായിട്ടൊക്കെ കുറേ പടം വരച്ചത് വന്നിട്ടുണ്ട്, ഭാഗ്യം. ഈ ചോദ്യം, മാവേലിയുടെ ഡ്രസ്സിലും ഈ പടം മൊത്തത്തിലും എന്തൊക്കെയാണ് ഓണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയണേ. ഉത്തരം അടുത്ത വീഡിയോ. ആരൊക്കെ ശരിയുത്തരം തരുന്നുണ്ടെന്ന് കാത്തിരുന്ന് കാണാം. ബൈ ബൈ. ഫൈനൽ പിക്ക് ശ്രദ്ധിച്ചു നോക്കാൻ മറക്കല്ലേ.